സോ ഹലോ ഓൾ, നമ്മൾ ഇന്ന് ലിക്വിഡിറ്റി റേഷ്യോയുടെ രണ്ടാമത്തെ ആയ ക്യുക്ക് റേഷ്യോ ആണ് പഠിക്കാൻ പോകുന്നത്. ക്യുക്കായി പഠിച്ചാലോ? സോ ലെറ്റ് സ്റ്റാർട്ട്. ക്യുക്ക് റേഷ്യോ എന്ന് പറയുന്നത് കറണ്ട് റേഷ്യോ പോലെ തന്നെയാണ്, ബട്ട് ചെറിയൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതിൽ എടുക്കുന്ന കറണ്ട് അസെറ്റും ക്യുക്ക് അസെറ്റും എന്ന് പറഞ്ഞാൽ രണ്ട് കൺസെപ്റ്റാണ്. നമുക്ക് നോക്കാതെ എന്താ സംഭവം. സോ ലെറ്റ് സ്റ്റാർട്ട്. ഇനി പേടിക്കണ്ട, ആരും പേടിക്കണ്ട. ആസിഡ് ടെസ്റ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ക്യുക്ക് റേഷ്യോ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ വേറൊരു പേരാണ് ഇത് തന്നെ, ആസിഡ് ടെസ്റ്റ് റേഷ്യോ. ഓക്കെ, പെട്ടെന്ന് മെൽറ്റ് ചെയ്യാൻ പറ്റുന്ന ആസിഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ മെൽറ്റ് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ ദ ക്യുക്ക് റേഷ്യോ ഈസ് ഓൾസോ നോൺ ആസ് ആസിഡ് ടെസ്റ്റ് റേഷ്യോ ഈസ് എ ഫിനാൻഷ്യൽ ലിക്വിഡിറ്റി മെട്രിക് ദാറ്റ് അസസ് എ കമ്പനീസ് എബിലിറ്റി to meet its short-term obligation using only its most liquid assets. It is considered a more conservative measure of liquidity than current ratio because it excludes inventory and prepaid expense. അപ്പോൾ സംഭവം ഇത്രേ ഉള്ളൂ. നമ്മൾ നേരത്തെ കറണ്ട് അസറ്റ്സ് ഒക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അതിനകത്ത് നമ്മൾ ഇൻവെൻട്രി ആഡ് ചെയ്യുമായിരുന്നു, പ്രീപെയ്ഡ് എക്സ്പെൻസ് അല്ലേ, ക്യാഷ് ആഡ് ചെയ്യുമായിരുന്നു, ക്യാഷ് ഇക്വലൻസ് ആഡ് ചെയ്യുമായിരുന്നു, പിന്നെന്താണ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ആഡ് ചെയ്യുമായിരുന്നു, അക്കൗണ്ട് റിസീവബിൾ ആഡ് ചെയ്യുമായിരുന്നു, ഇൻവെൻട്രി ആഡ് ചെയ്യുമായിരുന്നു, പ്രീപെയ്ഡ് എക്സ്പെൻസ് ആഡ് ചെയ്യുമായിരുന്നു. ക്യുക്ക് റേഷ്യോ ഈ പ്രീപെയ്ഡ് എക്സ്പെൻസും ക്യുക്ക് റേഷ്യോയിൽ ഈ പ്രീപെയ്ഡ് എക്സ്പെൻസും എന്താണ് നമ്മുടെ ഇൻവെൻട്രി ആഡ് ചെയ്യത്തില്ല. എന്തുകൊണ്ട്? കാരണം ഇതും ചിലപ്പോൾ ഒരു പെട്ടെന്ന് ക്യുക്കായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. നമ്മുടെ സ്റ്റോക്കിൽ ഗോഡൗണിലിരിക്കുന്ന ഒരു 2-3 കാർ 5-6 കാർ ചിലപ്പം വിറ്റ് പോയില്ലല്ലോ, ഇല്ലെങ്കിൽ 10-15 കാർ നമുക്ക് സമയത്തിന് വിൽക്കാൻ പറ്റിയില്ലല്ലോ. നമ്മളത് വിറ്റിട്ട് വേണ്ട നമുക്ക് പൈസ ആക്കാം, അത് വിൽക്കുന്ന ഒരു ടൈമില്ലേ. അതേപോലെ പ്രീപെയ്ഡ് എക്സ്പെൻസിൻ്റെ കേസിലും അതേപോലെയാണ്. നമുക്ക് ചിലപ്പോൾ അത് ഡ്യൂറേഷൻ വരുന്നത് മോർ ദാൻ ഒരു 3 months ഒക്കെ ആയിരിക്കും. അപ്പോൾ പൊതുവേ ലിക്വിഡ് ക്യുക്ക് അല്ലെങ്കിൽ ആസിഡ് ടെസ്റ്റോ അല്ലെങ്കിൽ ക്യുക്ക് റേഷ്യോ ക്യുക്ക് അസറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ 3 months കൊണ്ട് തന്നെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ, ക്യാഷിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റ്സിനാണ് ക്യുക്ക് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ. കറണ്ട് അസറ്റ്സ് എന്താണ്, വിത്തിൻ എ സ്പാൻ ഓഫ് 1 year അല്ലെങ്കിൽ ഒരു ഓപ്പറേറ്റിംഗ് സൈക്കിളിൽ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറയുന്നതിനാണ് നമുക്ക് കറണ്ട് അസറ്റ്സ് എന്ന് വിളിക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇനി the quick asset focuses on company's capacity to cover its immediate debt with assets that can be quickly converted to cash. The term asset test implies a rigorous examination of company's financial health, checking if it can survive a sudden demand for cash without having to sell off its inventory. അപ്പം അതാണ് പറയുന്നത്. ജസ്റ്റ് ഒരു തിയറിറ്റിക്കലി പഠിക്കണമെന്നില്ല, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി ഇത് കറണ്ട് അസറ്റ്സും ക്യുക്ക് അസറ്റുള്ള വ്യത്യാസം എന്താണെന്ന്. പെട്ടെന്ന് നമുക്ക് ക്യാഷ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ടേൺ ചെയ്ത് എടുക്കാൻ പറ്റുന്നതിനാണ് ക്യുക്ക് അസറ്റ് അല്ലെങ്കിൽ ആസിഡ് ടെസ്റ്റ് എന്നൊക്കെ പറയാം. ഇനി ഇതിൻ്റെ ഫോർമുല ഇതാണ്. ഇതിൻ്റെ ഫോർമുല ആക്ച്വലി ഇതൊന്ന് എഴുതി വെച്ചോ. എന്താണ് ക്യുക്ക് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണോ അത് എഴുതി വെച്ചോ. ക്യുക്ക് അസറ്റ് എന്ന് പറഞ്ഞാൽ ഈ ക്യാഷ് പ്ലസ് ക്യാഷ് ഇക്വലൻസ് പ്ലസ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് പ്ലസ് അക്കൗണ്ട് റിസീവബിൾ, ഇതൊക്കെയാണ് ക്യുക്ക് അസറ്റ്സ് വരുന്നത്. കറണ്ട് ലയബിലിറ്റി നേരത്തെ പറഞ്ഞ പോലെ കറണ്ട് ലയബിലിറ്റി എന്തൊക്കെയുണ്ട് അതൊക്കെയാണ് ഫാക്ടർ ചെയ്യുന്നത്. അപ്പോൾ ഈ റേഷ്യോ ഈ ഫോർമുല രണ്ടു വരുത്തി വെച്ച് ക്യുക്ക് റേഷ്യോ എങ്ങനെ കണ്ടെത്തുന്നതോ എന്താണ്, ക്യാഷ് പ്ലസ് ക്യാഷ് ഇക്വലൻസ് പ്ലസ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് പ്ലസ് അക്കൗണ്ട് റിസീവബിൾ ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി എന്ന് വെച്ചാൽ ക്യുക്ക് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. ബേസിക്കലി പറഞ്ഞാൽ ക്യു ആർ എന്ന് പറഞ്ഞാൽ ക്യു എ ഡിവൈഡഡ് ബൈ സി എൽ എന്നാണ് അതിൻ്റെ ഉദ്ദേശിക്കുന്നത്. ക്യുക്ക് അസറ്റ്സ് എന്നൊന്ന് ബ്രീഫായിട്ടൊന്ന് ഒന്ന് കാണിച്ചു തന്നോളൂ എന്താണ് അതിൻ്റെ അകത്തൊക്കെ വരുന്നതെന്ന്. ഇനി അടുത്തത് ആൾട്ടർനേറ്റീവ്ലി ഇറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ്. ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ഡയറക്റ്റ് ടോട്ടൽ കറണ്ട് അസറ്റ് ഇത്താന്ന് പറയും. അപ്പം നമ്മൾ പറയും ക്യുക്ക് അസറ്റ്സ് കണ്ടുപിടിക്കാൻ പറയും. നമുക്കറിയത്തില്ല എന്ത് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ക്യുക്ക് അസറ്റിനകത്ത് ടോട്ടൽ അസറ്റ്സിനകത്ത് നിന്ന് ഇൻവെൻട്രിയും എന്താണ് പ്രീപെയ്ഡ് എക്സ്പെൻസും കുറച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ക്യുക്ക് അസറ്റ് ആയില്ലേ. കാരണം ക്യുക്ക് അസറ്റും ഇതുപോലെ വ്യത്യാസം എന്താ, ഇൻവെൻട്രിയും പ്രീപെയ്ഡ് എക്സ്പെൻസും കുറച്ചാൽ പോരെ, സംഭവം ഇത്രേ ഉള്ളൂ. അപ്പം ഈ രണ്ട് ഫോർമുല അങ്ങോട്ട് ചിലപ്പോൾ ഇതൊക്കെ ടോട്ടൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള ഇത് ഉള്ളൊരു ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ഇനി ഇതാണ്ട് കീ കോമ്പോണൻസ് ഇത് വേണമെങ്കിൽ സ്ക്രീൻഷോട്ടോ എല്ലാം എടുത്തു വെച്ചോ. ഇതിൽ പറയുന്നത് എന്താണ് ക്യുക്ക് അസറ്റ്സിൻ്റെ കീഴേ വരുന്നത്, ന്യൂമറേറ്ററല്ലേ മേളിലല്ലേ കിടക്കുന്നത്. അപ്പം ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് ദ മോസ്റ്റ് ലിക്വിഡ് അസറ്റ്സ്, മാർക്കറ്റബിൾ സെക്യൂരിറ്റി ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് പെട്ടെന്ന് ക്യാഷ് ആക്കാൻ പറ്റുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഹൈലി ലിക്വിഡ് സ്റ്റോക്സ് ഒക്കെ. ഇനി അക്കൗണ്ട് റിസീവബിൾ, മണി ഓഡ് ടു ദ കമ്പനി ബൈ കസ്റ്റമേഴ്സ്. അക്കൗണ്ട് റിസീവബിൾ അറിയാലോ, ഡയറക്റ്റ്ലി കളക്ട് ചെയ്യുക, ഇച്ചൂടെ എന്ന് വെച്ചാൽ ബാക്കിയുള്ളതിനേക്കാൾ ഇച്ചൂടെ ഒന്ന് പോയി കളക്ട് ചെയ്യാം. പിന്നെ കറണ്ട് ലയബിലിറ്റിയിൽ വരുന്നത് അക്കൗണ്ട്സ് പേയബിൾ, ഷോർട്ട് ടേം ഡെംസ്, അക്രൂഡ് എക്സ്പെൻസസ്,
ഇത് കറണ്ട് പോർഷൻ ഓഫ് ലോങ് ടേം എന്ന് വെച്ചാൽ കറണ്ട് പോർഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ അടച്ചു തീർക്കേണ്ട പോർഷൻസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ലോങ് ടേം ഡെപ്റ്റ് എന്നല്ല, കറണ്ട് പോർഷൻസ് നമ്മൾ ഗഡുക്കളായിട്ടൊന്നൊക്കെ അടയ്ക്കാൻ പറയത്തില്ല, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. ഇനി ഇമ്പോർട്ടൻസ് എന്താണ് കറണ്ട് അല്ലെങ്കിൽ ക്വിക്ക് റേഷ്യോയുടെ ഇമ്പോർട്ടൻസ്, ആരൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഫോർ ലെൻഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് ഇറ്റ് ഹെൽപ്സ് ദം ഗേജ് എ കമ്പനീസ് ഫിനാൻഷ്യൽ റിസൈലിയൻസ് ആൻഡ് ഇസ് എബിലിറ്റി ടു പേ ബാക്ക് ഷോർട്ട് ടേം ലോൺസ് ഓർ ഹോണർ ഒബ്ലിഗേഷൻ. എ ഹെൽത്തി ക്വിക്ക് റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ലെസ് റിസ്ക്. ആണോ അല്ലയോ? അതെ. അപ്പം അതാണ് പറഞ്ഞിരിക്കുന്നത്. ഫോർ എ കമ്പനി മാനേജ്മെൻറ്റ് ഇൻറ്റേർണലി ഇറ്റ് പ്രൊവൈഡ്സ് ഇൻസൈറ്റ് ഇൻ ടു ക്യാഷ് ഫ്ലോ മാനേജ്മെൻറ്റ് ആൻഡ് ഹെൽപ്സ് ഇൻ മേക്കിംഗ് ഡിസിഷൻ അബൌട്ട് മാനേജിങ് വർക്കിംഗ് ക്യാപിറ്റൽ. നമുക്ക് ഡേ ടു ഡേ വേണ്ട ക്യാഷ് എങ്ങനെ കാര്യങ്ങളും ഇൻഫ്ലോ എങ്ങനെയാണ് വരുന്നത് അതൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി. പിന്നെ എക്സ്ക്ലൂഡ്സ് ലെസ് ലിക്വിഡ് അസറ്റ്സ്. അപ്പം നമുക്ക് പെട്ടെന്ന് വിറ്റാൽ കിട്ടുന്ന ഏത് അസറ്റ്സ് ആണെന്ന് മനസ്സിലാവും. ഓക്കെ, അത് തന്നെ. ഇറ്റ്സ് ബിക്കോസ് ഇൻവെൻട്രി ക്യാൻ ടേക്ക് ടൈം ടു സെൽ, കൺവേർട്ട് ഇൻ ടു ക്യാഷ് ആൻഡ് മൈറ്റ് നീഡ് ടു ബി സോൾഡ് അറ്റ് ഡിസ്കൗണ്ട് ആൻഡ് എ പ്രീപെയ്ഡ് എക്സ്പെൻസ് ലൈക്ക് റെന്റ് ഇൻ അഡ്വാൻസ് കനോട്ട് ബി യൂസ് ടു പേ അതർ. നമുക്ക് കിട്ടിയൊരു ഇതല്ലേ, അപ്പം കനോട്ട് ബി യൂസ് ടു പേ അതർ ലയബിലിറ്റീസ്. അതാണ് സംഭവം. ഇനി ക്വിക്ക് റേഷ്യോയും കറണ്ട് റേഷ്യോയുള്ള ഒരു ഡിഫറൻസ് ആണ്. ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ചോദിച്ച് കാണാം, എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കുന്ന ഡിഫറൻസ് അല്ലേ. അപ്പോൾ ഇതിൽ അസറ്റ്സിൽ ഇൻക്ലൂഡ് നിങ്ങൾ എഴുതുമ്പോൾ ഇങ്ങനെ തന്നെ എഴുതുന്നതായിരിക്കും നല്ലത്. ക്വിക്ക് റേഷ്യോ എഴുതുന്നൊരു ചാർട്ട് പോലെ അവിടെ ഓപ്ഷൻസ് കിട്ടും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി. അതായത് നമുക്കൊരു ബോക്സ് ഉണ്ടാക്കാൻ ഓപ്ഷൻസ് കിട്ടും എസ്സേയിൽ. അസറ്റ്സ് ഇൻക്ലൂഡ് എന്നിട്ട് ഹൈലി ലിക്വിഡ് എന്തൊക്കെയാണ് ക്വിക്കിൽ വരുന്നത്, എന്തൊക്കെയാണ് കറണ്ടിൽ വരുന്നത്, ഡിഫറൻസ് എഴുതി വെക്കാം. കൺസർവേറ്റീവ്, മോർ കൺസർവേറ്റീവ്, ലെസ് കൺസർവേറ്റീവ് അത് വേണമെന്നില്ല. ഇനി ഫോക്കസസ് എന്താ, ഒരു 90 ഡേ, ഞാൻ പറഞ്ഞില്ലേ 3 months പീരീഡ്, അതാണ്. ഇത് 3 month ആണ്, മറ്റേത് 12 month ആണ്. അപ്പോൾ ആ ലിക്വിഡിറ്റി, ആ ഡ്യൂറേഷൻ ഓർത്ത് വെച്ചാൽ മതി. പിന്നെ ഐഡിയലി നമ്മൾ കറണ്ട് റേഷ്യോ പറഞ്ഞ പോലെ 2:1 എന്ന് പറഞ്ഞു. അതേപോലെ ക്വിക്ക് റേഷ്യോ 1:1 ആണ് നല്ലതെന്ന് പറയുന്നത്. ഒരു ആവറേജ് സ്റ്റാൻഡേർഡ് എന്നൊക്കെ 1:1. ഓക്കെ, ഇതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇതാണ് ഡിഫറൻസ്, ഇത്രേ ഉള്ളൂ. സോ ബേസിക്കലി നമുക്ക് ക്വസ്റ്റ്യൻസ് തന്നെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. കാരണം ഇച്ചിരി ഉണ്ട്, പെട്ടെന്ന് പഠിച്ച് നമുക്ക് കുറേ ഇനി റേഷ്യോസ് ഉണ്ട്. അപ്പോൾ നമുക്കിന്ന് ചെയ്ത് പ്രാക്ടീസ് ആകുന്നത് നല്ല. അപ്പോൾ ഒന്ന് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. അപ്പം ഇത് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് കാൽക്കുലേറ്റ് ക്വിക്ക് റേഷ്യോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഫസ്റ്റ്ലി നമുക്ക് ഫോർമുല എഴുതി വെച്ചേക്കാം. എന്താണ്? ക്വിക്ക് അസെറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. ഓക്കെ, ഇനി കുറേ സാധനങ്ങൾ തന്നിട്ടുണ്ട്, ക്യാഷ്, മാർക്കറ്റബിൾ, ബ്ലാ 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 തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ, കഥയിൽ കുറേ കാര്യങ്ങൾ പറയും, നമുക്ക് വേണ്ടത് മാത്രം കഥാപാത്രം ആരെ എടുത്താൽ മതി. ഇപ്പോൾ നമുക്ക് QA വേണം അല്ലേ? എന്തൊക്കെ കൂടുമ്പോൾ Q ആവും? QA ക്യാഷ് അല്ലേ, പ്ലസ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് കൂട്ടാം. മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് കൂട്ടി, പ്ലസ് എന്ത് ചെയ്യണം? അക്കൗണ്ട് റിസീവബിൾ തീർച്ചയായും വേണം. ഇൻവെൻട്രി തീർച്ചയായും വേണ്ട അല്ലേ? പ്രീപെയ്ഡ് എക്സ്പെൻസ് വേണ്ട, എടുക്കണ്ട. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചോണം, തരുന്നുണ്ടോ ക്വസ്റ്റ്യനിൽ. അപ്പോൾ ഇത് ഫുള്ളും കൂടെ നമുക്കുള്ളത് മാത്രം കൂട്ടുക. എത്ര വരും? 50,000 പ്ലസ് 20,000 പ്ലസ് 80,000 എത്ര കിട്ടി? 150,000 കിട്ടിയില്ലേ? 150,000 നമുക്ക് ക്വിക്ക്. ഇനി കറണ്ട് ലയബിലിറ്റിയോ എന്തൊക്കെ വരും? അക്കൗണ്ട്സ് പേയബിൾ 70,000. ഷോർട്ട് ടേം ഡെപ്റ്റ്സ് അല്ലേ, വരുമല്ലോ, വരും 30. അപ്പോൾ രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര വന്നു? 100,000 അല്ലേ? 100,000 വന്നു. രണ്ടും കൂടെ ചെയ്ത് നോക്കിയാൽ 1.5 അല്ലേ വരുന്നത്? ക്വിക്ക് റേഷ്യോ എത്രയാണ്? ക്വിക്ക് അസറ്റ്സ് എത്ര? 150K ഡിവൈഡഡ് ബൈ 100,000 അല്ലെ 100K എത്ര വരും? 1.5 വരും. ഓക്കെ, അപ്പം എബോവ് 1 ആണ് നല്ലതാണ്. ഓക്കെ, അപ്പം ചിലപ്പോൾ ഇൻ്റർപ്രിട്ടേഷനോ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാവുന്നതാണ് ഒരു കഥ. ഇല്ലെങ്കിൽ കൂടെ എസ്സേയിലൊക്കെ ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾ എഴുതിയിരിക്കണം, നിങ്ങൾക്ക് ഇൻ്റർപ്രറ്റ് ചെയ്ത് എന്താ മനസ്സിലായെന്ന്. അപ്പോൾ ഒരു എക്സ്ട്രാ 1 മാർക്കോ 2 മാർക്കോ കൂടി കിട്ടും. അത് ഭയങ്കര ഡിഫറൻസാണ്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇനി ഇത് നമ്മുടെ സെക്കൻഡറി ഫോർമുല, അത് ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടിയുള്ള ഫോർമുലയാണ് ഞാൻ ഇട്ടത്. നമുക്ക് ചെയ്ത് നോക്കാം. ഇതിൽ നമുക്ക് ഇത് എന്താ പറയുക? ക്വിക്ക് റേഷ്യോ. അപ്പോൾ ക്വിക്ക് റേഷ്യോയുടെ ആദ്യം തന്നെ ഫോർമുല എഴുതാം. ക്വിക്ക് അസെറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. നമുക്കിതിൽ ക്വിക്ക് അസെറ്റ് വേണം ആദ്യം അല്ലേ? ഓക്കെ, എന്തൊക്കെയുണ്ട് ക്വിക്ക് അസെറ്റിൽ തന്നിട്ടുണ്ടോ? ടോട്ടൽ കറണ്ട് അസെറ്റ്, ഇൻവെൻട്രി, പ്രീപെയ്ഡ് എക്സ്പെൻസ്, പിന്നെ ടോട്ടൽ കറണ്ട് ലയബിലിറ്റി തന്നിട്ടുള്ളത്. ഇപ്പം ഞാൻ നേരത്തെയും പറഞ്ഞു, ടോട്ടൽ കറണ്ട് ലയബിലിറ്റി, ടോട്ടൽ കറണ്ട് അസെറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻവെൻട്രിയും പ്രീപെയ്ഡ് എക്സ്പെൻസും കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ? അവിടെ നേരെ അങ്ങ് കറണ്ട് ലയബിലിറ്റി ഇടുക, മൈനസ് ഇൻവെൻട്രി മൈനസ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. ഞാൻ പറഞ്ഞു ക്വിക്ക് അസറ്റുള്ള വ്യത്യാസം എന്താ? ഇൻവെൻട്രി ഇത് തന്നെയല്ലേ, അപ്പോൾ അത് കുറച്ചാൽ മതി.
ടോട്ടൽ അസറ്റിനകത്ത് അതുണ്ട്. അപ്പോൾ കുറയ്ക്കുമ്പോൾ എത്ര വരും? ടോട്ടൽ കറണ്ട് അസറ്റിനകത്ത് അതുണ്ട്. അപ്പോൾ ഇത് കുറച്ചു, ഇതും കുറച്ചു. അപ്പോൾ എത്രയാണ്? 120 കുറയ്ക്കണം. ബാക്കി എത്ര വന്നു? 180 വരുന്നുണ്ട്. ക്വിക്ക് അസറ്റ് കിട്ടിയില്ല. ഇത്രേ ഉള്ളൂ പരിപാടി. ഇതൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കണ്ട ജെറ്റ് എന്ന് സ്പീഡ് ചെയ്യും. ഇനി കറണ്ട് ലയബിലിറ്റി ഡയറക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി കറണ്ട് ലയബിലിറ്റി വേറെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കണ്ടുപിടിച്ചാലോ? നമുക്ക് ഇതിനകത്ത് 180,000 ക്വിക്ക് റേഷ്യോ ഈസ് ഈക്വൽ ടു 180,000 ഡിവൈഡ് ബൈ 150,000. 180 ബൈ 150 എത്രയാണ്? പറയൂ. സ്പീഡ് വരട്ടെ. 120. സോ എബോവ് 1 നല്ലതാണ്. ഇനി ഒരു കമ്പനിയുടെ കാര്യം, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കമ്പനിയാണ്. ഗ്ല. പിന്നെ ലാസ്റ്റ് പറയുന്നത് എന്താണ്? ക്വിക്ക് റേഷ്യോ കണ്ടുപിടിക്കാൻ പോകണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എല്ലാ പ്രാവശ്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്ക് എന്താണോ വേണ്ടത് അതേ ചോദിച്ചാൽ അതേ എടുക്കാവുള്ളൂ. ക്വിക്ക് റേഷ്യോ ഇട്ടു, ക്വിക്ക് അസറ്റ് ഇട്ടു, നമ്മൾ കറണ്ട് ലയബിലിറ്റി എടുത്തു. ഓക്കെ. ഇനി കറണ്ട് ലയബിലിറ്റി എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് ആദ്യം വേണ്ടത് QA ആണ് വേണ്ടത്. ഓക്കെ. QA അതിനകത്ത് എന്തൊക്കെ വരും? ക്യാഷ് ഇൻ ബാങ്ക് വരുമല്ലോ, 180K. രണ്ടാമത് എന്താണ്? ഷോർട്ട് ടേം ഫിക്സഡ് ഡെപ്പോസിറ്റ്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. അപ്പം <3 months ആണ്, 90 days. അപ്പോൾ അതും ആഡ് ചെയ്തു. അക്കൗണ്ട് റിസീവബിൾ ആഡ് ചെയ്യാലോ? ചെയ്തു. നിങ്ങൾ പറയൂ അടുത്ത എന്താണ്? ഇൻവെൻട്രി ആഡ് ചെയ്യാലോ? ചെയ്തില്ല. അപ്പോൾ പ്രീപെയ്ഡ് സോഫ്റ്റ്വെയർ ചെയ്യണ്ട. ഇനി കറണ്ട് ലയബിലിറ്റി എന്തൊക്കെയുണ്ടെന്ന് നോക്കട്ടെ. സാലറി പേയബിൾ ആണല്ലോ, കൊടുക്കണം. അക്കൗണ്ട്സ് പേയബിൾ 90,000 കൊടുക്കണം. ഡെഫേർഡ് റവന്യൂ കറണ്ട് ലയബിലിറ്റി ആണല്ലോ, കൊടുക്കണമല്ലോ. ഈ ഡെഫേർഡ് റവന്യൂ എന്നൊക്കെ പറഞ്ഞാലേ കറണ്ട് ലയബിലിറ്റി ആയിട്ട് വരുന്നത്, നമുക്ക് കൊടുക്കാനുള്ള ഇതാണ് കേട്ടോ. അപ്പോൾ ഡെഫേർട്ട് ആലോചിച്ച് വെച്ചോണം. ഡെഫേർട്ട് ഇപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിക്കേ. 350 വന്നു, ഇവിടെ 350 വന്നു, ഇത് 150 180 വന്നു. കറക്റ്റിനല്ലേ കൂട്ടിയത്? എന്നാലും നിങ്ങൾ ചെക്ക് ചെയ്തു. നിങ്ങൾക്കുള്ള ഹോംവർക്ക്. ഞാൻ തെറ്റ് കാണിക്കുന്നുണ്ടോ നിങ്ങൾ കണ്ടുപിടുത്തണം. ഓക്കെ. സോ ക്വിക്ക് അസറ്റ്സ് 350 ഡിവൈഡഡ് ബൈ 180, 1.94 ആണ്. അപ്പോൾ ഇത് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ 1.95 ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ അടുത്ത റൗണ്ട് ഏതാണോ അതിലോട്ട് കൺവേർട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതായിരിക്കും എൻ്റെ ആൻസർ. കാൽക്കുലേറ്റ് ചെയ്തത് കറക്റ്റാണ്. ഓക്കെ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇത് വന്നത്. അപ്പോൾ 1.2 അടുത്ത് തന്നെ ഉണ്ട്. ആലോചിക്കുക, നമ്മൾ കറണ്ട് റേഷ്യോയിൽ തന്നെ പറയുന്നതാണ് 2:1 നല്ലതാണ്. അപ്പോൾ ഇത് എന്താണ്? തീർച്ചയാണ് നല്ലതാണ്. പക്ഷേ കയ്യിൽ കുറേ പൈസ വെക്കുന്നതും ഒരു ചീത്തയാണ്. അതൊരു മാനേജ്മെൻറ്റ് ഡിസിഷനാണ്. ചിലപ്പം അവർക്ക് അത്യാവശ്യം അത്രയും കാണുമായിരിക്കും. ഇനി ക്വസ്റ്റ്യൻ 3 എന്താണ്? ഡിറ്റർമൈൻ ദ മിസ്സിംഗ് കറണ്ട് ലയബിലിറ്റി. ഒരു സ്റ്റീൽ ഫോർജ് എന്ന് പറഞ്ഞ ഇന്ത്യ, ഇതിൽ കറണ്ട് ലയബിലിറ്റി കണ്ടുപിടിക്കണം. നമ്മൾ നേരത്തെയൊക്കെ ചെയ്തോളൂ. ഇതിനകത്ത് ക്വിക്ക് റേഷ്യോവും നമുക്ക് ക്വിക്ക് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി എന്ന് എഴുതുക. ക്വിക്ക് റേഷ്യോ തന്നിട്ടുണ്ട് അല്ലേ, 1.5 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് മിസ്സിംഗ് ഫിഗർ കണ്ടുപിടിക്കണം. നമ്മൾ നേരത്തെ ഒക്കെ ചെയ്തതാണ്. ആ വീഡിയോ ഒക്കെ കണ്ടിട്ടേ വരാവുള്ളേ. അപ്പോൾ 450,000 കറണ്ട് ലയബിലിറ്റി അറിയത്തില്ല. എന്ത് ചെയ്യും? ഇത് അങ്ങോട്ടും ഇത് ഇങ്ങോട്ടും പോവും അല്ലേ. അപ്പോൾ എന്ത് പറ്റും? കറണ്ട് ലയബിലിറ്റി ഈസ് ഈക്വൽ ടു 450 ഡിവൈഡ് ബൈ 1.5. ചെയ്ത് നോക്കിയേ. 300. യെസ്, 300. ഇതായിരിക്കും കറണ്ട് ലയബിലിറ്റി. കറണ്ട് ലയബിലിറ്റി കിട്ടിയില്ലേ? ഇത്രേ ഉള്ളൂ. ഇതാണ് ശരിക്കും സത്യം പറഞ്ഞാൽ ക്വിക്ക് റേഷ്യോക്കൊക്കെ ഇത്ര ഇമ്പോർട്ടൻസ് ഉള്ളൂ. അതുകൊണ്ടാണ് 2-3 ക്വസ്റ്റ്യൻ ചെയ്തത്. പക്ഷേ വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. ക്വിക്ക് റേഷ്യോ ഇത്രേ ഉള്ളൂ. താങ്ക് യു ഓൾ. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. പ്ലീസ് ടോക്ക് ടു യുവർ മെൻറ്റേഴ്സ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വരിക. ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ ഇച്ചും കൂടെ ഇത്രയും ഇമ്പോർട്ടൻസ് കാണത്തില്ലാത്ത കുറേ ഇതാണ് റേഷ്യോ ഇത് വരുന്നത്. എന്നുവെച്ചാൽ ഈ ലിക്വിഡിറ്റി റേഷ്യോയിൽ അത് 2 നമ്മൾ ഫാസ്റ്റായിട്ട് 2 ഒരുമിച്ചെടുക്കുമായിരിക്കും ചിലപ്പം. അത് കഴിഞ്ഞ് നമുക്കിനി ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ റേഷ്യോസ് ഇൻഡെപ്ത് ആയിട്ട് പോകേണ്ട ചില റേഷ്യോസ് ഒക്കെ ഉണ്ട്. സോ താങ്ക് യു ഓൾ.